ഹലോ മുത്തുമണീസേ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നാടൻ രുചിയിൽ ഒരു ചക്കയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ചക്കയുടെ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നല്ല ബ്ലേഡ് പോലത്തെ ഒരു ചക്കയപ്പം എങ്ങനെ തയ്യാറാക്കാം എന്ന റെസിപ്പിയിലേക്ക് പോകാം. അതിന് അരമുറി ചക്ക കിട്ടിയപ്പോൾ ഞാനൊന്ന് ചക്കയുടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേഗം തന്നെ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സർ ജാറിലേക്ക് ഇട്ട് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ, നല്ല വരിക്ക ചക്കയാണ്. അപ്പം നമുക്കിതൊരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണേ. ഒരു 5 മിനിറ്റ് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് 1 ഗ്ലാസ്സാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. 1 കപ്പ് 1 ഗ്ലാസ് അളവിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിൽ 1 ഗ്ലാസ് ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ആദ്യം കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനിയാണ് നമ്മൾ എടുക്കേണ്ടത്. നിങ്ങൾക്ക് മധുരം കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രം എടുത്താൽ മതിയാകും. അപ്പോൾ ബാക്കിയും കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഈ ചക്കയൊന്ന് കുറുക്കിയെടുക്കണം. നല്ല അടിപൊളി ഒരു മണമാണ് വരുന്ന മക്കളെ, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലോണം ഇതൊന്ന് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു പരുവാകുന്നിടം വരെ നമ്മളൊന്ന് കുറുക്കിയെടുക്കണം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുമല്ലോ. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അരമുറി തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചക്കയപ്പത്തിന് തേങ്ങയൊക്കെ കൂടുതൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഇത്രയും തേങ്ങ വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഭാഗം തേങ്ങ ചേർത്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3-4 ഏലക്ക പഞ്ചസാരക്കകത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു ചക്കയപ്പത്തിന് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയാണ് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഈ ഒരു ചക്കയപ്പത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇനി നമ്മുടെ ചക്കയപ്പത്തിന് നല്ല മയവും ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടി നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇളക്കിയെടുത്ത ശേഷം നമുക്കതിലേക്ക് അതിന് വേണ്ടിയുള്ള പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് അരിപ്പൊടി ആണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനതിലേക്ക് ഏകദേശം 2 കപ്പോളം ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ആദ്യം 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തൊന്ന് ഇളക്കിയെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം അരിപ്പൊടിയോ മൈദയൊക്കെ ചേർത്ത് കൊടുക്കാതെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ട അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1/4 കപ്പും കൂടി ഇട്ട് കൊടുത്തു നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇലയിൽ പരത്തി ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഭക്ഷണയില വേണമെങ്കിൽ എടുക്കാം. ഞാനിതിന് വാഴയിലയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ പൊടികളൊക്കെ ഇട്ട് 5 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമ്മളൊരു വാഴയില വാട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പരത്തുമ്പോൾ അപ്പോൾ ഇതെല്ലാം ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് എണ്ണയോ നെയ്യോ ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നിങ്ങൾക്ക് കൈവച്ച് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഞാനിതുപോലെ മടക്കി കൊടുത്ത ശേഷം കൈവച്ചും പരത്തി കാണിക്കാൻ ചപ്പാത്തിയുടെ കോല് വെച്ചിട്ടും പരത്തി കാണിക്കാം. എളുപ്പം നമുക്ക് ചപ്പാത്തിയുടെ കോല് വെച്ച് പരത്തിയെടുക്കുന്നതാണ്. ഇല വാട്ടിയ ശേഷം മാത്രമേ നമ്മൾ ചപ്പാത്തിയുടെ കോല് വെച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാവൂ. എളുപ്പമാണ്. അപ്പോൾ നല്ല തിന്നായിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നല്ല ബ്ലേഡ് പോലെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നല്ല തിന്നായിട്ട് ഞാൻ കൈവച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്കൊരു ചപ്പാത്തി കോഴി വെച്ചിട്ട് എനിക്കൊന്ന് കാണിച്ചു തരാം പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുന്നത് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. നല്ല തിന്നായിട്ട് നമുക്ക് എല്ലാ ഭാഗവും ഒരുപോലെ കിട്ടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയും നല്ല സോഫ്റ്റുമായിട്ടുള്ളൊരു അപ്പമാണ്. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ട് വേണം നമ്മളിതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടി. പൊതുവെ ഇത് ബോയ്സിനൊക്കെ ഈ ഒരു അപ്പം ഒന്നും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ നല്ല ബ്ലേഡ് പോലെ നല്ലവണ്ണം പരത്തിയെടുത്ത് കഴിഞ്ഞാൽ കഴിക്കാനും നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാം ഒന്ന് പരത്തിയെടുക്കാം. നല്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്തുമാത്രം തിന്നായിട്ടാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇല വാട്ടിയ ശേഷം നമുക്കൊരു ചപ്പാത്തിക്കോല് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം.
ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് നമ്മൾ പരത്തിയ മാവൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുത്തു. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മളധികം കട്ടിക്കല്ലല്ലോ പരത്തിയെടുത്ത്, നല്ല തിന്നായിട്ട് നമ്മൾ പരത്തിയെടുത്തുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ അവിയിലൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ചക്കയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല നൈസായിട്ട് നല്ല തിന്നായിട്ട് നല്ല ബ്ലേഡ് പോലത്തെ നമ്മുടെ ചക്കയുടെ ഇവിടെ റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ്. കഴിക്കാൻ വായിലിട്ടാൽ അലിഞ്ഞു പോവും, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റും നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എന്തുമാത്രം സോഫ്റ്റാണെന്ന്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ഉണ്ണി കിച്ചൂസ് കറി വേൾഡ്. ബൈ.